അതെ ഏട്ടാ, മോള് വിളിച്ചിരുന്നോ? 15 ദിവസത്തെ സ്റ്റഡി ലീവ് ഉണ്ട്, ഇങ്ങോട്ട് വരട്ടേന്ന് ചോദിച്ചു. പിന്നെ അവള് പറഞ്ഞു ദൂരെയുള്ള കുട്ടികളൊന്നും പോകുന്നില്ല, അവിടെ ഇരുന്ന് ഒന്നിച്ച് പഠിക്കുകയാണ്, അവൾ അവിടെ നിന്ന് പഠിക്കാന്നും പറഞ്ഞു. കേട്ടാ? എന്താ ചെയ്യണ്ടേന്നാ പറയണ്ടേ? സൗകര്യം പോലെ എന്താ ചെയ്യട്ടെ? പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു. അമ്മാവൻ്റെ മോളുടെ കല്യാണമാണ്, ഇത്തവണയെങ്കിലും ചെല്ലണം, കുടുംബത്തിലെ അവസാനത്തെ പരിപാടിയാ, പോവല്ലേ? ആ നോക്കാം. ഇന്നെങ്കിലും അച്ഛനെ വേറെ ഡോക്ടറെ കാണിക്കണം. ഇതുവരെ ചെയ്തതൊന്നും ശരിയായിട്ടില്ല എന്നാ തോന്നണേ. അച്ഛനൊട്ടും കുറവില്ല, ഇടയ്ക്ക് കണ്ണൊക്കെ നിറയുണ്ട്. ഇന്ന് കൊണ്ടുപോവല്ലേ? ഇന്ന് കൊണ്ടുപോവല്ലേ? പോവല്ലേ ഇന്ന്? ഓ അച്ഛാ, വേഗം റെഡി ആയിക്കോ. എന്ത് റെഡിയായില്ലേ? ആശുപത്രി പോണ്ടേ? ആരുടെ കൂടെ? ഏട്ടന് അതിനല്ലേ ധൃതി പിടിച്ച് റെഡിയാവാൻ പോയത്. എന്നിട്ട് അവനോടൊന്നും പറഞ്ഞില്ലല്ലോ? ഒന്നും പറഞ്ഞില്ലേ. അച്ഛൻ ഈ മുണ്ട് മാറ്റി, ഷർട്ട് തന്നെ മതി, വേറെ മുണ്ടെടുത്ത് കൊടുക്കും. അപ്പോ ലാബിൽ പോയി റിസൾട്ട് മേടിച്ചിട്ട് വേറെ ഡോക്ടറെ അടുത്ത് പോവാന്ന് പറഞ്ഞോ? ആ പോവാം. ഇന്നലെ എന്റെ കുട്ടിയെ പോള കണ്ണടച്ചിട്ടില്ല, അങ്ങനെ ചുള്ളിന്ന് ഇങ്ങനെ കുത്ത. അച്ഛൻ അതൊക്കെ മാറും, അച്ഛൻ വേഗം പോയി റെഡി ആവതേ, ഏട്ടൻ ഇറങ്ങുമ്പോഴേക്കും പോണം. ഷുഗർ കുറയും പറഞ്ഞ അവര് തന്ന ഗുളിയൊക്കെ കഴിച്ചിട്ടും പിന്നെ ഇങ്ങനെ കൂടണം എന്താ? നമുക്ക് വേറെ ഡോക്ടറെ കാണാം, പോരെ? എവിടെ വെള്ളമുണ്ട്? എവിടെ ഇരിക്കണ്? ഞാൻ അത് കട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് പോന്നേ. ആ ഞാനേ മുണ്ട് എടുത്തിട്ട് വരാം. സത്യ സത്യ കൊണ്ടുപോകാനല്ലേ? അല്ല, ഹലോ സത്യേട്ടാ, എന്താ വന്നത്? ഞാനിപ്പോ 2 ദിവസമായി. ആരൊക്കെയോ പറഞ്ഞു, ഞാൻ കണ്ടില്ല. ആണല്ലേ? അല്ല എന്നിട്ട് എന്താ ഈ കല്യാണക്കാരൊക്കെ? കല്യാണൊക്കെ എവിടെ ശരിയാണ്. ഒന്നാമത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പെണ്ണിന് ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, പെണ്ണിന് ഇഷ്ടപ്പെടുന്നത് എനിക്കും ഇഷ്ടപ്പെടില്ല. അതെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെടുന്നത് കണിയാനും ഇഷ്ടപ്പെടില്ല. സത്യായിട്ട് ജാതകം ഇങ്ങോട്ട് വല്ലാത്തൊരു ആലോചന. എല്ലാം പ്രബല. ഈ ജാതകത്തിലൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ജാതകം നോക്കി നടത്തിയിട്ടില്ല എത്രയോ കല്യാണങ്ങൾ പൊളിഞ്ഞു പോയിട്ടില്ലേ? അത് ശരിയാ, പൊളിഞ്ഞു പോയിട്ടുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള പൊരുത്തം, അതാണ് ദാമ്പത്യത്തിൽ പ്രധാനം. ശരിയാണ്. അല്ലേ? പിന്നെ പിന്നെന്താണ്? ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അഡ്രസ്സ് കിട്ടുക, ജാതകം ശരിയല്ലൊക്കെ മാറ്റി എഴുതിക്കാൻ 100 ആൾക്കാരുണ്ടോ നമ്മുടെ കയ്യില്. അത് പക്ഷെ ഈ അച്ഛനൊരു പ്രശ്നമാണ്. ഈ ജാതകം ഇല്ലാണ്ട് അച്ഛനൊരു അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു അച്ഛനും ഇല്ല നമ്മുടെ നാട്ടില്. അങ്ങനെയാന്നേ കുഴപ്പമില്ല. എന്താണ്? നീ ധൈര്യമായിട്ടിരിക്കും, ഇപ്രാവശ്യം നീ പോകുന്നതിന്റെ ഉള്ളിൽ നമ്മള് കല്യാണം നടത്തും. അത് മതി. അപ്പൊ ഓക്കെ, ശരി. വേറെ അത്യാവശ്യ കാര്യമുണ്ട്, നമുക്ക് കാണാം, വൈകിട്ട് കാണാം. ആയിക്കോട്ടെ കാണേ വൈകുന്നേരം. പിന്നെന്ത് കേട്ടാ. എന്തൊരു നല്ല മനുഷ്യനല്ലേ. അവ എപ്പോഴാ വരികയെന്ന് എന്തേലും പറഞ്ഞോ? എങ്ങടെ പോയിന്ന് വല്ലതും പറഞ്ഞോ? ഞാൻ അച്ഛനെ പോലെ ഇവിടെ നോക്കി നിൽക്കായിരുന്നു അച്ഛാ, എനിക്കറിയില്ല. ശേഖരേട്ടാ മകന് ജോലി കിട്ടിയിട്ട് പിന്നെ പുറത്തേക്ക് കാണില്ല നിങ്ങളെ. എടാ ചക്കരെ,
നിന്റെ അച്ഛനെ കള്ളു കുടിച്ചോ? ഇല്ല, കള്ളു കുടിച്ചില്ല. കള്ളു കുടിക്കില്ല ഞാൻ പറയുന്നുണ്ട്. സത്യം ഇത് എവിടെയാണോ? ഞാനേ നമ്മള് സുമേഷ് ഏട്ടന്റെ പറമ്പെന്നേ കുറച്ച് മാങ്ങ മതിപ്പ് വിലക്ക് എടുത്തിരിക്കും. ആണോ? അത് പറിക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് വാങ്ങിയത്? ഗോമാങ്ങ. ചെങ്ങായി ഗോമായ കാര്യങ്ങൾ കച്ചവടത്തിൽ എടുക്കുമ്പോ എന്തേ പറയുന്നത്? കിട്ടിയ മാങ്ങ അച്ചാറിന് ബെസ്റ്റ് അല്ലേ? ആണോ? പിന്നെ എന്നൊരു കാര്യം ചെയ്യും, ആ ഒരു 4 മാങ്ങ എനിക്കും വേണം. 4 ഒരു 10 രൂപ തരാം. ഞാൻ ഏതായാലും അഡ്വാൻസ് കുറച്ച് കൊടുത്തിന്. അപ്പൊ ഇന്ന് എടുക്കണം. ആ എന്തായാലും ആ കോയാക്കാന്റെ വീടിന്റെ അടുത്താണല്ലോ. പിന്നെ അവിടെ പോയി കിടക്ക കോയ ഇങ്ങോട്ട് വാങ്ങേ കോയ കോയ ഇവിടെ എവിടെ പോയി കിടക്കണ? ഓ ഉറുമ്പ കോയ കോയ ഇങ്ങോട്ട് വാടാ നീ. എവിടെ പോയി കിടക്കണ? എന്താണ് ഇങ്ങോട്ട് വാങ്ങ നീ. സുമേഷാ ഇതെന്താങ്ങനെ കിടന്ന് ഓലിയിരുന്ന്? എന്താണ് ഒളിച്ചിരിക്കാം? ഇങ്ങോട്ട് വാടോ താൻ. എന്റെ ഇങ്ങനെ കണ്ണൂർച്ചിട്ട് എന്താ എന്റെ കാര്യം? എന്റെ പറമ്പിലും മാങ്ങ അത് പൊട്ടിക്കാൻ ആരാ പറഞ്ഞെന്ന്? ഏടോ ചങ്ങായി, ഞാൻ ആ കുട്ടിക്ക് ഒരു മാങ്ങ വേണം പറഞ്ഞപ്പോ ഒരു മാങ്ങ പൊട്ടിച്ചു കൊടുത്താണ് ഒന്ന്. ആ മാങ്ങ പൊട്ടിച്ചു കൊടുക്കാൻ എന്നോട് ചോദിച്ചാ താൻ? ചോദിച്ചാലോ താൻ? എന്തിന്റെ മോളിന്ന് ഒരു മാങ്ങ പൊട്ടിക്കണേനോ? അതിന്റെ മോളിൽ നിന്ന് മാവേന്നാണ് കൂട്ടിച്ചാ താൻ? അതിന്റെ മോളിൽ നിന്ന് കൂട്ടിച്ച. അല്ല എന്താ എന്റെ പ്രശ്നം? ഇപ്പൊ ആ മാവന്ന് ഒരു മാങ്ങ പൊട്ടിക്കാൻ പാടില്ലേ? എടോ ഞാൻ വിൽക്കാൻ പറ്റുന്ന വെച്ചിരിക്കുന്ന മാങ്ങയാണ്. എന്തിനാവട്ടെ ഇപ്പൊ ആ മാവ് അങ്ങനെ തന്നെ ഇങ്ങടാ ജാനിക്കണേ. ആ അപ്പൊ അതിന്റെ ചപ്പും ചവറും കോരലാണ് ഇപ്പൊ എന്റെ അടുത്തുള്ള ആൾക്കാരുടെ പണി. അത് മാവാണെങ്കിൽ വീഴും. ആ മാവ് ഇവിടെ വീഴാൻ പാടില്ല. മനസ്സിലാവാനൊക്കെ എന്റെ പറമ്പിൽ വീഴാൻ പാടില്ല. ഞാനല്ല വീഴത്. എന്റെ പറമ്പിൽ ഒരു ഏഴ എന്റെ മാവിന്റെ ഇനി നാളെ മുതൽ ഇവിടെ വീഴാൻ പാടില്ല. അപ്പൊ ഞാൻ ഇതുവരെ ഒരു അസല എന്നോട് മിണ്ടിയില്ല. എന്താണ് അയൽവക്കല്ലേ, മതന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് എന്താ ഇത്ര പരുത്ത് പറയാനുള്ളത് എന്നുള്ള കണക്കില് ഞാൻ ഒരു അസല മിണ്ടിയില്ല. ഈ ആയിന്റെ മുകളിലെ കൊമ്പും ചില്ലയും ദിവസം നേരം വെക്കുമ്പോൾ ആ ഇല പെടുന്ന അടിച്ചു വാരി കൂട്ടണം. ഞാൻ എൻ്റെ ആൾക്കാരുടെ അടുത്ത് പറയണം. അല്ല ഇൻ്റോടുള്ളവരാണ് അത് ചെയ്യേണ്ടിച്ച് മാസ ശമ്പളം പെടാൻ തരണം. മനസ്സിലാവണ്ടേ? മനസ്സിലാവണ്ട? അന്റെ പറമ്പിൽ ഒരേല ഒരു കമ്പ് എന്റെ കുടുംബത്തിക്ക് ഇനി വീണ കാലിന്റെ മുട്ട് തല്ലി മുറിക്കും. നിന്റെ തല ഞാൻ തല്ലി പൊളിക്കും. നിന്റെ തല എന്റെ തല എന്റെ തല അതിന് ഞാൻ തല്ലി പൊളിക്കും. എന്നിട്ട് ജിന്നോട് അക്രമം കാണിക്കാൻ എന്താ മനസ്സിലാക്കി? ഞാൻ ആ മാമിന്റെ കഥ പറഞ്ഞ ജിപ്പ് ഇവിടുന്ന് ചീപ്പൊഴിഞ്ഞു പോവുക നായേ. എന്താ മനസ്സിലാക്കി? എന്താ പറഞ്ഞ മനസ്സിലാക്കിയില്ല. ഇന്റെ വാപ്പ കാരണന്മാരെ എനിക്ക് വെറുതെ ഇങ്ങോട്ട് തന്ന മുതല അറിയാം. എനിക്ക് നായേ ഒന്ന് ആലോചിച്ച് നോക്കിന്റെ സത്യ. ഒരു മാങ്ങ പൊട്ടിച്ചതിന് വയസ്സായ ആൾക്കാർ ഒന്ന് കേട്ടോക്കടോ. ഒരു മാങ്ങ എന്റെ പേരക്കുട്ടി വെച്ചാ ഒന്ന് പൊട്ടിച്ചോർത്തേന് ഇതുവരെ അതാലല്ലാത്തൊരു മുതൽ ഇരുന്ന് സംസാരിക്കാൻ അല്ലടോ മാങ്ങ കച്ചവടാക്കി ഞാനല്ലേ, ഞാൻ ആർക്കാ വിഷയമുണ്ട്? കുട്ടി അതൊന്നും ഞാൻ ഇങ്ങോട്ട് കേറരുത്. നമ്മുടെ ഈ അടുത്തടുത്ത ആൾക്കാരായിട്ട് വെറുതെ വഴക്കും വാക്കാണത്തിന് എന്ത് കാര്യം? മാത്രല്ല നിങ്ങൾ ഈ പ്രായമായ ആൾക്കാരല്ലേ? അല്ലെന്റെ കുട്ടിയപ്പ സത്യം എനിക്ക് ഈ ചെങ്ങായിക്ക ബോധം വേണ്ടേ? ഒരു മാങ്ങ പൊട്ടിച്ചെന്ന ഇജാതി വർത്താനോ? എന്റെ മാങ്ങ കുട്ടിയെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് എന്നോട് ഞാൻ പറയാം സത്യ ഉള്ള കാര്യം കേട്ടോ. ഈ അതിർത്തിയില്
ഞങ്ങളുടെ അതിർത്തിയിൽ കിടക്കണ മാവായിരുന്നേ. ഇത്ര പോന്ന തെയ്യ് ഇങ്ങനെ നിൽക്കുമ്പോ ഒന്ന് അത് വെട്ടി വീശണ്ട, മതില് കെട്ടാനല്ല ഇത്തിരി ഞങ്ങള് വളച്ച കെട്ടിക്കോ പറഞ്ഞിട്ട് ഞങ്ങളത് ഇപ്പുറത്തേക്ക് ആക്കിയിട്ട് ഇനി അതിനൊന്നും ഒരു മാവല്ലേ എന്ന് വിചാരിച്ച അത് അങ്ങോട്ട് വിട്ടു കൊടുത്ത തെയ്യാണ്. അതങ്ങോട്ട് ഇപ്പൊ ബന്റെ അങ്ങോട്ട് ആക്കിയിട്ട് ഇന്നാ ഞാൻ ഇപ്പൊ അതിന് അവകാശം പറഞ്ഞല്ല. ഒരു മാങ്ങ പൊട്ടിച്ചതിന് ജാതി അക്രമം ഈ കള്ള നായി പറഞ്ഞാല് എനിക്ക് ഓർമ്മ പറയാനുണ്ട്. അതെ, ഈ കോയൊക്കെ പറഞ്ഞൊരു കാര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാം. വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങൾ. സത്യത്താ ഞാൻ ഈ മാങ്ങക്ക് ഒരു മതിപ്പ് വില കൊണ്ടിട്ട് കുറച്ച് അഡ്വാൻസ് കൊടുത്തു. ശരിക്കും മാങ്ങ എന്റേതാണ്. മാങ്ങയുടെ കാര്യങ്ങളൊക്കെ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം കോയക്ക. ഈ വഴക്ക് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോവുക ചെയ്യാം. കോയക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വഴക്കും പക്കണൊക്കെ തൽക്കാലം നിൽക്കണമെങ്കിൽ ഒരു മാർഗം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു അളവുകാരനെ വിളിച്ചിട്ട് ഈ സ്ഥലം അളക്കുക. സ്ഥലം അളന്ന് കഴിയുമ്പോ മാവ് നിങ്ങളുടെ സ്ഥലത്താണോ അതാ നിങ്ങളുടെ സ്ഥലത്താന്നുള്ള അറിയാലോ. നോക്കിക്കോ കുട്ടിയെ, അവന്റെ മാവും പൂവന്റെ ആ സ്ഥലം ഒരു കാസന്റെ അവന്റെ പോവും. സത്യ ഒന്നും വന്നേ. പിന്നെ അളക്കണ്ട, അങ്ങേർക്ക് വേണമെങ്കിൽ ചമ്മന്തി അടക്കാനായിട്ട് ഒരു 3-4 മാങ്ങ എടുത്തോട്ടെ. അന്റെ മാങ്ങന്റെ കുടുംബത്ത് വെച്ചോ. ഒരു കാര്യം എന്റെ മുതൽ ഇങ്ങോട്ട് മേടിക്കണക്ക് അതാ വേണ്ട. ഒരു കാര്യം ഞാൻ കോയക്ക, നമ്മുടെ വില്ലേജിൽ ഒരു ഹരി ഉണ്ട്. മൂപ്പര് അളവുകാരനാ. അപ്പൊ മൂപ്പരെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞോളാം കേട്ടാ. നാളെ ഒരു പ്രശ്നമില്ല. നാളെ ഇവിടെ വന്ന് അളക്കും. അളന്ന് കഴിഞ്ഞതിന് ശേഷം മാവ് ഇങ്ങടെയാണോ അതോ മൂപ്പരാണോ തീരുമാനമാവും. എന്നിട്ട് മതി നിങ്ങൾ സംസാരിക്കാനില്ലാണ്ട് പറയും. അപ്പൊ എന്റെ മാങ്ങ എനിക്ക് കിട്ടൂലേ? എടാ, ആദ്യം ഈ മാവാരുടെ എന്നൊരു തീരുമാനമാവട്ടെ. പോയാ വഴക്കും ഒരു വഴക്കില്ല, ഒരു വഴക്ക് അഞ്ഞോടില്ല. മാങ്ങക്കൊരു തീരുമാനം ശരിയാ പറ്റ ഞങ്ങൾ അതായും കൊണ്ട് കൊടുത്ത് കഴിഞ്ഞു പോയിട്ട് എന്റെ മാങ്ങ എന്താ കോയാക്ക? പോയിട്ട് ആയിക്കോട്ടെ. പോയി പൈസയും പോയി മാങ്ങയും പോയി. മറിമായം